ഹായ് ഫ്രണ്ട്സ്, ഇനി ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് നമുക്ക് ചപ്പാത്തി മാവൊക്കെ ബാക്കിയുള്ള സമയത്ത് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ളൊരു പലഹാരത്തിൻ്റെ റെസിപ്പിയാണ്. ഇത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ സ്നാക്കായിട്ടോ ഡിന്നറായിട്ടോ ഒക്കെ കഴിക്കാൻ പറ്റും. അപ്പോൾ ഇതെങ്ങനെ ചെയ്യുന്നത് നോക്കിയാലോ. ആദ്യം തന്നെ ഒരു ബൗളിൽ ഞാൻ 2 ഗ്ലാസ് ആട്ടപ്പൊടി എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുന്നുണ്ട്. ഇനി 1 ടേബിൾ സ്പൂൺ ഓയിലും കൂടെ ചേർക്കുന്നുണ്ട്. ഓയിലോ വെളിച്ചെണ്ണ നെയ്യോ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ചേർക്കാം കേട്ടോ. എന്നിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഈ ആട്ടപ്പൊടിക്ക് പകരം നിങ്ങൾക്ക് മൈദ വേണമെങ്കിലും എടുക്കാം. അപ്പോൾ ആട്ടയാകുമ്പോൾ കുറച്ചും കൂടെ നല്ല ഹെൽത്തിയാണ്. ഇനി ഇതിലേക്ക് സാധാരണ പച്ചവെള്ളം ഒഴിച്ചിട്ട് നമുക്ക് നല്ല പോലെ ഒന്ന് കുഴച്ചെടുക്കാം. നമ്മൾ സാധാരണ ചപ്പാത്തി മാവൊക്കെ കുഴച്ചെടുക്കുന്ന ആ പാകത്തിനൊന്ന് കുഴച്ചെടുത്താൽ മതി. കുറേശ്ശെ വെള്ളം ചേർത്തിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തിട്ട് കൈ വെച്ചിട്ട് നല്ല പോലെ ഒന്ന് കുഴച്ചെടുത്താൽ മതി. അപ്പോൾ ചപ്പാത്തി മാവൊക്കെ ബാക്കി ഉണ്ടെന്നുണ്ടെങ്കിൽ അതന്നെ എടുത്താൽ മതി കേട്ടോ. അപ്പോൾ ചപ്പാത്തി മാവ് ഇല്ലെങ്കിൽ നമ്മളിതുപോലെ ചപ്പാത്തി മാവ് പോലെ കുഴച്ചെടുക്കുക, അത്രയേ ഉള്ളൂ. അപ്പോൾ നല്ല പോലെ കുഴച്ചതിന് ശേഷം നമ്മൾ ഇത് കുറച്ച് ഒന്ന് ഓയിൽ അതിൻ്റെ മുകളിലാക്കിയിട്ട് ഒരു 15 മിനിറ്റ് ഒന്ന് നമ്മൾ മാവ് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കുന്നുണ്ട്. അപ്പോൾ ഒരു 15 മിനിറ്റ് ഇതുപോലെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ മാവ് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടാവും. അപ്പം മുകൾ ഭാഗം ഒന്ന് ഉണങ്ങി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കുറച്ച് ഓയിലും കൂടെ തടവിയിട്ട് ഒന്ന് അടച്ചു വെക്കുക. അപ്പോൾ ഒരു 15 മിനിറ്റിന് ശേഷം നമുക്ക് തുറന്നിട്ട് ഉരുളകളാക്കിയിട്ട് ഒന്ന് ഉരുട്ടിയെടുക്കാം. അപ്പോൾ ഏത് വലുപ്പത്തിൽ വേണമെങ്കിലും ചെയ്യാം കേട്ടോ. നിങ്ങൾക്ക് ഏത് വലുപ്പത്തിലാണോ വേണ്ടത് അതിനനുസരിച്ചിട്ട് ഉരുളകളാക്കിയിട്ട് ഉരുട്ടിയെടുത്താൽ മതി. അപ്പോൾ ഞാൻ ഈ ഒരു പാകത്തിനാണ് ഉരുളകളാക്കി വെച്ചിട്ടുള്ളത്. അപ്പോൾ ഒരു 5 ഉരുള ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഒരു 2 കോഴിമുട്ട ഒരു ബൗളിൽ പൊട്ടിച്ച് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഇതിലേക്ക് ഒരു ചെറിയ സവാള, ഒരു ചെറിയ കഷ്ണം തക്കാളി, അതുപോലെ നിങ്ങളുടെ എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക്, കുറച്ച് മല്ലിയില അരിഞ്ഞതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ എത്ര കോഴിമുട്ട വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഈ ഒരു 2 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് നല്ല പോലെ ഇളക്കി മിക്സ് ചെയ്യുക. അതിലേക്ക് കുരുമുളക് വേണമെങ്കിൽ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കുക, എരിവ് വേണമെന്നുണ്ടെങ്കിൽ. ഞാൻ ഒരു പച്ചമുളക് മാത്രമേ അരിഞ്ഞ് ചേർത്തിട്ടുള്ളൂ. എന്നിട്ട് നല്ല പോലെ മിക്സ് ആക്കി എടുക്കുക. ഇത് നേരത്തെ നിങ്ങൾ മിക്സ് ചെയ്ത് വെക്കരുത് കേട്ടോ. ഇതുപോലെ ഉരുളകളാക്കി വെച്ചതിന് ശേഷം മിക്സ് ചെയ്താൽ മതി. ഇപ്പോൾ നേരത്തെ ആക്കി വെച്ചാൽ ഒരുപാട് ലൂസായി പോവും. ഇനി നമുക്ക് ഓരോ ഉരുള എടുത്തിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് പരത്തിയെടുക്കുക. അപ്പോൾ കൈ വെച്ചിട്ടോ ഇല്ലെങ്കിൽ ചപ്പാത്തി കോയിൽ വെച്ചിട്ടോ നിങ്ങൾക്ക് പരത്തിയെടുക്കുക. പരത്തിയതിന് ശേഷം മുട്ടയുടെ ആ ഒരു മിക്സ് ഉണ്ടല്ലോ, അത് ഇതിൻ്റെ ഉൾഭാഗത്തേക്കായിട്ട് ഒരു 2-3 ടേബിൾ സ്പൂൺ ഒഴിച്ചിട്ട് ഇതുപോലെ ഒന്ന് മടക്കിയെടുക്കുക. നല്ല പോലെ ഒന്ന് മടക്കിയെടുക്കുക. 2 സൈഡിൽ നിന്നും ആദ്യം മടക്കിയിട്ട് പിന്നെ നമ്മളിതുപോലെ ഒരു ബോക്സ് ആക്കിയിട്ട് മടക്കിയെടുക്കുക കേട്ടോ. മുട്ടയുടെ ആ ഒരു ഫില്ലിങ് പുറത്ത് പോകാത്ത രീതിയിൽ മടക്കിയെടുക്കണം. ഇനി ഒരു തവയിൽ വെച്ചിട്ട് നമ്മൾ കുറച്ച് ഓയിലൊന്ന് മുകളിൽ ഒഴിച്ചിട്ട് ഇത് 2 ഭാഗവും നല്ല പോലെ ഒന്ന് മൊരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഓയിലിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ നെയ്യ് തേച്ചിട്ടും ഇത് ചുട്ടെടുക്കാം. ഒരു ഭാഗം റെഡി ആവുന്ന സമയത്ത് നമുക്ക് തിരിച്ചിട്ടിട്ട് 2 ഭാഗവും നല്ല പോലെ ആക്കിയെടുക്കുക. ചെറിയ തീയിലിട്ടിട്ട് ചുട്ടെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ മുത്തബക്കൊക്കെ ചെയ്യുന്ന അതേ രീതിയിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. മുത്തബക്ക ആകുമ്പോൾ നമ്മൾ മൈദയിലാണ് ചെയ്യാറുള്ളത്. ഇത് നമ്മൾ ഗോതമ്പ് പൊടിയിലാണ് ചെയ്യുന്നത് മാത്രം. അപ്പോൾ 2 ഭാഗം ആയതിനു ശേഷം നമുക്കിത് തവയിൽ നിന്ന് കോരി മാറ്റാം. അപ്പോൾ മുത്തബക്കിൻ്റെ ഒരു റെസിപ്പി നേരത്തെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഒറിജിനൽ മുത്തബക്കിൽ നമ്മൾ ഉള്ളി തക്കാളി ഒന്നും ചേർക്കാറില്ല കേട്ടോ. സ്പ്രിംഗ് ഒണിയനാണ് ചേർക്കാറുള്ളത്. അപ്പോൾ ഇതുപോലെ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ബ്രേക്ക്ഫാസ്റ്റിനാണെങ്കിലും സ്നാക്കായിട്ടൊക്കെ നിങ്ങൾക്ക് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും. അപ്പോൾ ഇത് ടൊമാറ്റോ സോസൊക്കെ കൂട്ടി കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നല്ല റെസിപ്പികളൊക്കെ ആയിട്ട് അടുത്തൊരു വീഡിയോയിൽ കാണാം. ഓക്കേ.